രക്തദാനം, നാം എല്ലാവരും രക്തദാനം ചെയ്യുന്നവരാണല്ലോ. രക്തദാനം മഹാദാനവുമാണ്. പക്ഷെ നമ്മളൊന്ന് ചിന്തിക്കണം, രക്തം നജസാണ്. നജസായ ഒരു സാധനം കച്ചവടം ചെയ്യാൻ പറ്റില്ല. കച്ചവടം ചെയ്യാൻ പറ്റില്ലാത്തൊരു സാധനം ദാനം ചെയ്യാനും പറ്റില്ല. പിന്നെ നമ്മുടെ രക്തം നൽകൽ എങ്ങനെ വിശദീകരിക്കും? എങ്ങനെ നമ്മൾ മനസ്സിലാക്കും? രക്തം, എന്റെ രക്തത്തിൽ എനിക്കൊരു അവകാശമുണ്ട്. എന്റെ ശരീരത്തിലുള്ള രക്തത്തിന് എനിക്കൊരു അവകാശമുണ്ട്. ആ അവകാശം ഞാൻ മറ്റൊരാൾക്ക് ദാനം ചെയ്യുന്നു. അല്ലാതെ നമ്മുടെ രക്തം കൊടുത്തിട്ട് ഒരു കുപ്പി രക്തത്തിന് ഇത്ര റേറ്റ്, 500 രൂപ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ ഭക്ഷണ സാധനങ്ങൾ, അങ്ങനെയല്ല. നമ്മുടെ ശരീരത്തിലുള്ള രക്തം മറ്റൊരാൾക്ക്, ആ അവകാശം മറ്റൊരാളിലേക്ക് നീക്കി കൊടുക്കുക. എന്നിലുള്ള കൈവശാവകാശം മറ്റുള്ളവനിലേക്ക് നീക്കി കൊടുക്കലാണ്. അല്ലാതെ കച്ചവടമോ ദാനമോ ഒന്നുമേ രക്തത്തിൽ പറ്റില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് ഒക്ടോബർ 1 ദേശീയ രക്തദാന ദിനമാണ്. രക്തം ആവശ്യക്കാരിലേക്ക് നാം എത്തിച്ചു കൊടുക്കണം. രക്തം കിട്ടാതെ ഒരാളും മരിക്കരുത്. രക്തം കിട്ടിയില്ല എന്ന് കരുതിയിട്ട് ഒരു ജീവനും നഷ്ടപ്പെടരുത്. നമ്മുടെ ശരീരത്തിലുള്ള രക്തം അത് ആവശ്യത്തിനേക്കാൾ ഏറെയുണ്ട് എങ്കിൽ, അഥവാ നമ്മുടെ ശരീരത്തിന് ദോഷമല്ലാത്ത രീതിയിൽ നമ്മുടെ ശരീരത്തിന് രക്തം മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നത് വിരോധമില്ല എന്ന് ഇസ്ലാമിക കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് രക്തദാനം നൽകൂ, മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കൂ. അള്ളാഹു നമുക്ക് നല്ലത് ചിന്തിക്കാൻ തൗഫീക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.